നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പയിലെത്തി മടങ്ങിയ കലാകാരന്മാർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് ഒരു മരണം സംഭവിച്ചിരുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബെനറ്റ് രാജാണ് മരിച്ചത്. അയ്യപ്പ സംഗമത്തിൽ ഭക്തിഗാന സദസ്സിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴുണ്ടായ വാഹന അപകടത്തിലായിരുന്നു അതുല്യ കലാകാരൻ മരണപ്പെട്ടത്. അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി നടന്ന പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ഇഷാൻ ദേവിന്റെ ഭക്തിഗാന സദസ്സിന് പിന്നണിക്കെത്തിയ സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ഓടിപ്പിച്ചിരുന്നത് ബെനറ്റ് രാജായിരുന്നു. മറ്റു കാറുകളുടെ മത്സര ഓട്ടമാണ് ബെനറ്റിന്റെ ജീവനെടുക്കാൻ കാരണമായതെന്ന് ഇഷാൻ ദേവ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. ഇഷാൻ ദേവിന്റെ ട്രൂപ്പിലെ ഡ്രമ്മർ ആയിരുന്നു കിച്ചുവിന്റെ സുഹൃത്താണ് മരണപ്പെട്ട ബെനറ്റ്. ബെനറ്റാണ് കാർ ഡ്രൈവ് ചെയ്തത്. എതിർദിശയിൽ നിന്നും അതിവേഗതയിൽ റോങ് സൈഡ് കയറി വന്ന ഫോർച്യൂണർ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് ബെനറ്റ് മരണപ്പെട്ടത്. മറ്റു കാറുകളുടെ മത്സര ഓട്ടമാണ് ബെനറ്റിന്റെ ജീവനെടുക്കാൻ കാരണമായതെന്നും ഇഷാൻ ദേവ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇഷാൻ ദേവിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇന്നലെ ഞങ്ങളുടെ ബാൻഡ് പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങുന്ന വഴി ഞങ്ങളുടെ ഡ്രമ്മർ കിച്ചുവിന്റെ കാർ റാന്നിയിൽ അപകടത്തിൽപ്പെട്ടു. കിച്ചുവിന്റെ സുഹൃത്ത് ബെനറ്റ് രാജാണ് കാർ ഡ്രൈവ് ചെയ്തിരുന്നത്. എതിർദിശയിൽ നിന്നും അതിവേഗതയിൽ റോങ് സൈഡ് കയറി വന്ന ഫോർച്യൂണർ ഇടിച്ചുണ്ടായ അപകടത്തിൽ പ്രിയപ്പെട്ട കൊച്ചു എന്ന് ഞങ്ങൾ വിളിക്കുന്ന ബെനറ്റ് മരണപ്പെട്ടു. മറ്റു കാറുകളുടെ മത്സര ഓട്ടത്തിൽ വന്ന കാറാണ് അപകടമുണ്ടാക്കിയത്. അപകടത്തിൽ ഞങ്ങളുടെ ഡ്രമ്മർ കിച്ചുവിന് കാലിന് ഒടിവുണ്ടായതിനെ തുടർന്ന് കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിയിൽ സർജറി കഴിഞ്ഞു. ഗിറ്റാറിസ്റ്റ് ഡോണിക്ക് തലയ്ക്കും കൈക്കുമാണ് പരിക്ക്. ഡോണിക്ക് സർജറി ആവശ്യമുണ്ട്. രണ്ടുപേരും അപകടനില തരണം ചെയ്ത് തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കുടുംബാംഗങ്ങളും ഞങ്ങൾ സുഹൃത്തുക്കളും ഇവിടെ ആശുപത്രിയിലുണ്ട്. ഇടിച്ച വാഹനം കണ്ടെത്തി നിയമപരമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ സഹായിക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും അറിയുന്നവരും അറിയാത്തവരുമായ എല്ലാ സുമനസ്സുകളുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മന്ദിരം ജംഗ്ഷനും വാൽപ്ലാക്കൽപ്പടിക്കും മധ്യേ പൊട്ടങ്കൽപ്പടി വളവിലാണ് അപകടം നടന്നത്. എതിർദിശയിൽ അതിവേഗതയിൽ റോങ് സൈഡ് കയറി വന്ന ഫോർച്യൂണർ കാർ ഇടിച്ച് ബെനറ്റ് രാജ് സഞ്ചരിച്ചിരുന്ന വാഹനം പൂർണ്ണമായും തകർന്നു. ഈ അപകടത്തിൽ ഡ്രമ്മർ കിച്ചുവിന് കാലിനൊടിവ് സംഭവിച്ചു. ഇദ്ദേഹത്തിന് കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തി. ഗിറ്റാറിസ്റ്റ് ഡോണിക്ക് തലയ്ക്കും കൈക്കും പരിക്കും സംഭവിച്ചു. ഇദ്ദേഹത്തിനും ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇരുവരും അപകടനിലം തരണം ചെയ്തതായും തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണെന്നും അറിയിച്ചിട്ടുണ്ട്. മത്സരയോട്ടമാണ് അപകടത്തിന് കാരണമെന്നാണ് ഇഷാൻ ദേവ് കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്. അപകടത്തിൽപ്പെട്ട വാഹനം പോലീസ് കണ്ടെത്തി. നിയമ നടപടികൾ ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇഷാൻ ദേവ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കാറിന്റെ വാതിലുകൾ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. ബെനറ്റിനെ കോഴഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും വലിയ ദുഃഖകരമായ വാർത്തയാണ് വന്നത്. ആഗോള അയ്യപ്പ സംഗമം കണ്ട് അതിൽ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് ബെനറ്റിന് ജീവൻ നഷ്ടമായത്. അമിത വേഗത്തിൽ വന്ന ഫോർച്യൂണർ ഇടിച്ചാണ് ബെനറ്റിന് ജീവഹാനി ഉണ്ടായത്.